Very warm welcome to the class of magnetostatics. Today we are going to discuss about one of the application of Biot-Savart's law, that is magnetic field due to a long straight current carrying conductor. The basic aim of the Biot-Savart's law is to find magnetic field due to different conductor. അപ്പോൾ അതിലെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Consider a long current carrying conductor. Here current is flowing from left to right. The arrow is representing the direction of current. Since this conductor is flowing a current from left to right, we have to find the direction of magnetic field using right hand thumb rule. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾക്കറിയാം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് ഹോൾഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ തമ്പിന്റെ ഡയറക്ഷൻ കറണ്ടിന്റെ ഡയറക്ഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫിംഗർ എങ്ങനെയാണോ കേള് ചെയ്തേക്കുന്നത് അതുപോലെ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ ഈ പിക്ചറിൽ നിന്ന് മനസ്സിലാക്കാം, നമ്മളെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ പിടിച്ചപ്പോൾ നമ്മളുടെ ഫിംഗർ ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ അകത്തേക്ക് പോയിട്ട് മുകളിൽ നിന്നും പുറത്തേക്ക് വരുന്നവരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ എബവ് സൈഡിൽ ഡോട്ടായിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താണ് ഡോട്ടിന്റെ മീനിങ്? ഡോട്ടിന്റെ മീനിങ് നിങ്ങൾ ഓർത്തിരിക്കുക, ആരോ നമ്മളുടെ ഡയറക്ഷനിലേക്ക് വരുന്നതിന്റെ സിമ്പലാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലെയിനിൽ നിന്ന് നമ്മുടെ സൈഡിലേക്ക് വരുന്നു, അതാണ് ഈ ഡോട്ടിന്റെ സിമ്പൽ. അപ്പോൾ എന്താണ് ക്രോസിന്റെ സിമ്പൽ? നമ്മളിൽ നിന്നും അകത്തേക്ക് പോകുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ എബവ് റീജിയനിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻസ് എല്ലാം ഡോട്ട് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോട്ടിൽ നിന്നും ക്രോസിലേക്ക് വരുന്നത് പോലെ കണ്ടക്ടറിന്റെ മുകളിലൂടെ വരുന്നു. അതേസമയം താഴെ സൈഡിലേക്ക് അകത്തേക്ക് പോകുന്നു. അപ്പോൾ ക്രോസ് വരുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ട്രെയിനിന്റെ ലാസ്റ്റ് ബോഗിയാണ്. ട്രെയിനിന്റെ ലാസ്റ്റ് ബോഗി നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നു? നമ്മളിൽ നിന്നും അകലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്ന പോലെയുള്ള റെപ്രസെന്റേഷൻ. അപ്പോൾ നിങ്ങൾ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഡോട്ട് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നും ക്രോസ് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് ഓർത്തിരിക്കുക. അതായത് ഡോട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മളിലേക്കാണ്, നമ്മുടെ സൈഡിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. ക്രോസ് ആണെങ്കിൽ നമ്മളിൽ നിന്നും അകന്നു പോകുന്നതായിട്ടാണ് റെപ്രസെന്റ്. സോ ഹിയർ വി ഹാവ് ടു ഫൈൻഡ് മാഗ്നറ്റിക് ഫീൽഡ് due to this current carrying conductor at any point. So let us find a point P here above the magnetic field. അപ്പോൾ അങ്ങനെയാണ് above the regionൽ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഡോട്ട് ആയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്ലെയിനിൽ നിന്ന് നമ്മുടെ സൈഡിലേക്ക് വരുന്നതായിട്ട് കാണും. ഈ സൈഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നമുക്ക് കണക്കാക്കണം. സോ ഇറ്റ്സ് അവർ എയിം ടു ഫൈൻഡ് the magnitude of magnetic field. Let's find it. Consider a long wire of length L carrying a steady current I. അപ്പോൾ ഇത് വലിയ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണ്. ഫോർ ദി സിംപ്ലിസിറ്റി വി ആർ അസ്യൂമിങ് ദിസ് മച്ച് ലെങ്ത് ഓഫ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വിച്ച് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. അപ്പോൾ ഇതെല്ലാം ഉണ്ട് എങ്കിലും ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ചെറിയ റീജിയൻ മാത്രം അതിന്റെ ലെങ്ത് L ആണ്. അതിലൂടെ I എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി let P be a point at a distance S from the wire at which the magnetic field is to be evaluated. അപ്പോൾ S ഡിസ്റ്റൻസ് അകലെയുള്ള, അതായത് ഈ ലൈനിൽ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ S ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലുള്ള പോയിന്റ് ആണ് P, where we are going to discuss, where we are going to find the magnitude of magnetic field. For that purpose we are assuming a small element dl be an element of the wire at a distance L dash from O. അപ്പോൾ ഇവിടെ നമ്മൾ dl എന്ന് പറയുന്ന ഒരു സ്മോൾ എലമെന്റ് കൺസിഡർ ചെയ്ത് അതിനാണ് ഞാൻ ഇവിടെ യെല്ലോ കളർ റെപ്രസെന്റ് ചെയ്യുന്നത്, which is a distance from L dash from the O. What is O? Which is the straight line connecting from the point P to the axis of the conductor. Now we are making a distance from dl to the point P where we are going to find magnetic field. The magnetic field due to the wire at P is given by Biot-Savart's law. That is the basic equation, that is B of R is equal to mu 0 I by 4 pi integral dl dash cross R1 cap divided by R1 square. As you know, this field is perpendicular to the plane containing
dl dash and r1 cap. dl dash എന്ന് പറയുന്നതും r എന്ന് പറയുന്നത് ഒരൊറ്റ പ്ലെയിനിലാണുള്ളത്. ഈ രണ്ട് പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന b of r ഡയറക്ഷൻ. അത് തന്നെയാണ് നമ്മളുടെ ഡോട്ടും റെപ്രസെന്റ് ചെയ്യുന്നത്. കൺസിഡറിങ് എ സ്മോൾ എലമെന്റ്, current is flowing through this which have a length L and there is some distance S from the conductor. Now we are going to find the magnetic field at P. This whole thing which we discussed in the last slide. Now it is perpendicular to the plane of the paper and is outward since the current is towards the right side. If the current is towards the left side, still the magnetic field is perpendicular to the plane, but it is into it. എന്തുവരും ഈ ഡോട്ട് എന്ന് പറയുന്ന പോയിന്റും ക്രോസ് എന്ന് പറയുന്ന പോയിന്റ് ഇന്റർചേഞ്ച് ആവും. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ്. അതേസമയം കറണ്ട് ഇപ്പോൾ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് ആകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇവിടെ മുകളിൽ ഡോട്ട് ആയിരിക്കില്ല, ക്രോസ് ആയിരിക്കും ഉണ്ടാവും. ഡയറക്ഷൻ ഓഫ് ദി ഫീൽഡ് ഈസ് ഗിവൺ ബൈ റൈറ്റ് ഹാൻഡ് റൂൾ. ലെറ്റ് us assume that there is angle theta between this S and R1. Now we know the Biot-Savart's law, that is mu 0 I by 4 pi integral dl dash cross r1 cap divided by r1 square. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് b of r കണ്ടുപിടിക്കലാണ്. അപ്പം അതിനു വേണ്ടി ആകപ്പാടെയുള്ള നമ്മുടെ എയിം എന്ന് പറയുന്നത് we can just substitute what is dl dash cross r1 cap, similarly what is r1 square. അപ്പോൾ ഇപ്പോഴുള്ള ഇന്റഗ്രേഷന്റെ അകത്തുള്ള ടേമിലേക്ക് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി let's find the magnitude of dl dash cross r1 cap. So we know the angle between dl and r1 is alpha. So the magnitude of dl dash cross r1 cap is equal to dl dash sin alpha, since alpha is the angle between dl and r1. Okay. അപ്പോൾ ഈ പുറത്തുള്ള ആംഗിളിനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ആൽഫ എന്ന് പറയുന്നത്. അതേസമയം അകത്തുള്ള ആംഗിളാണ് നമുക്ക് എടുക്കുന്നതെങ്കിലും അവിടെയും നമുക്ക് പ്രശ്നമില്ല. അവിടെ നമ്മൾക്ക് ഇതിന് ആൽഫ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് എന്തായിരിക്കും? 180 minus alpha. What is sin 180 minus alpha? That is sin alpha. So it doesn't matter where we are going to assume angle. So from the figure, this is alpha. Since this is alpha, what is this angle? That is 180 minus alpha. എങ്ങനെയാണ്? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ആംഗിൾ 180 ആണ്. ഇത് ആൽഫ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി the white will be the 180 minus alpha. So what is sin 180 minus alpha? Sin 180 minus alpha, that is this angle, which is equal to opposite side divided by hypotenuse, that is S by R1. Since this is theta, what is cos theta? Cos theta is equal to S by R1. So sin 180 minus alpha, which is equal to S by R1, that is a cos theta. So what is sin 180 minus alpha? That is sin alpha. So sin alpha is equal to cos theta. So just substitute dl dash sin alpha. What is dl dash sin alpha? That is dl dash cos theta. Similarly, from here we know that S by R1 is equal to cos theta. So what is R1? R1 is equal to S by cos theta. എന്താണ് ഇതിന്റെ ലക്ഷ്യം? ഈ ഇക്വേഷനിൽ ഇവിടെ r1 സ്ക്വയർ ഉണ്ട്. അവിടെ r1 സ്ക്വയറിന് പകരം ഇൻ ടേംസ് ഓഫ് cos theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ r1 is equal to s by cos theta കണ്ടുപിടിച്ചത്. So similarly last one, what is dl dash? How we will find out? We know this is dl dash. അപ്പോൾ ഈ dl dash വരുന്നതിൽ നമ്മൾ ഇക്വേഷനെ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ what is tan theta? Tan theta is equal to opposite divided by adjacent. അപ്പോൾ അങ്ങനെയാണെങ്കിൽ tan theta is equal to L dash by S. What is L dash? That is S tan theta. Now what is dl dash? Dl dash is equal to S d theta divided by cos square theta. So finally we have all the term. What is that? First of all we have what is dl dash cross r1 cap, that is dl dash sin alpha. We can substitute sin alpha for cos theta. So dl dash sin alpha is equal to dl dash cos theta. Here we know what is dl dash. Similarly, what is r1. So we can substitute r1 dash and dl dash from this equation to the final equation, so that p of r is equal to mu 0 I by 4 pi integral what is dl dash cross r1 cap, that is dl sin alpha, that is dl cos theta. What is dl dash? Dl dash is s d theta by cos square theta into cos theta. So s d theta cos theta divided by cos square theta. Similarly, what is r1 square? R1 is s by cos theta. Similarly, r1 square is equal to
s square by cos square theta. Just cancel out the cos term, and finally mu 0 I by 4 pi integral cos mu 0 I by 4 pi s integral theta 1 to theta 2 cos theta d theta. What is theta 1? Theta 1 is the angle between this one to the s. ഇതിൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷനെ ഒരു കോമൺ ടൈമിലേക്ക് മാറ്റുകയാണ്. കോമൺ ടൈമിലേക്ക് മാറ്റുമ്പോൾ ആംഗിളുകൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടി ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഈ കണ്ടക്ടറിന്റെ ടോപ്പ് ലെഫ്റ്റിലേക്കും ടോപ്പ് റൈറ്റിലേക്കും നമ്മൾ രണ്ട് ലൈൻസ് വരച്ച് അതും ആ ലൈൻസും ഈ പെർപെൻഡിക്കുലറും തമ്മിലുള്ള ആംഗിളാണ്. നമ്മൾ ആദ്യം തീറ്റ വൺ എന്ന് പറയുന്നത് ഈ കണ്ടക്ടറിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആ പോയിന്റിലേക്ക് വരച്ചതിന് ശേഷം ആ ലൈനും പെർപെൻഡിക്കുലറും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ വൺ. സിമിലർലി ടോപ്പ് റൈറ്റ് സൈഡിലുള്ള ലൈനും പെർപെൻഡിക്കുലറും തമ്മിലുള്ള ആംഗിളാണ് theta 2. So we have theta 1 and theta 2. Similarly, the final equation is mu 0 I by 4 pi s into sin theta 2 minus sin theta 1. As we know that magnetic field produce ചെയ്യണമെങ്കിൽ സ്റ്റഡി കറണ്ട് വേണം. അപ്പോൾ സ്റ്റഡി കറണ്ട് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത ചെറിയ കണ്ടക്ടറും കൊണ്ട് സ്റ്റഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല, ഒരു ഇൻഫൈനൈറ്റ് ലോങ് കറണ്ട് വേണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൺസിഡർ ചെയ്ത കണ്ടക്ടറിനെ ഇൻഫൈനൈറ്റ്ലി ലോങ് ആക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റിലേക്ക് അങ്ങ് പോകും. അപ്പൊ അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് ലൈൻ അങ്ങോട്ട് പോകും. എങ്ങ് വരെ പോകും? വളരെ ഇൻഫൈനൈറ്റ് ആയിട്ട് ലെഫ്റ്റിലേക്ക് പോകും. അപ്പോൾ ഈ ലൈൻ ലെഫ്റ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് തീറ്റ 1 എന്തായിട്ട് മാറും? -π/2 ആയിട്ട് മാറും. അതേപോലെ ഈ കണ്ടക്ടറിനെ നമ്മൾ റൈറ്റിലേക്ക് അങ്ങ് നീട്ടിക്കഴിഞ്ഞാൽ ഈ ലൈൻ നമ്മൾ എങ്ങനെ വരയ്ക്കണം? ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു π/2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ 2 എന്ന് പറയുമ്പോൾ തീറ്റ 2 നമ്മൾ π/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 ആയി. വാട്ട് ഈസ് മൈനസ് സൈൻ -π/2 ദാറ്റ് ഈസ് minus into minus plus I. So 1 plus 1 that is 2. So the 4 cancel out by 2. The final equation B is equal to mu 0 I by 2 pi s. This is the equation for a current carrying conductor produced by magnetic field ആണ് ഈ ഇക്വേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന്റെ കാരണക്കാരൻ a straight current carrying conductor. Thank you.